Chapter 7 System of Particle and Rotational Motion Part 3 Moment of inertia of a disk. In the first case, about an axis passing through center and perpendicular to the plane. Axis സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇവിടെ നമ്മളൊരു ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. ആ ഡിസ്കിൽ ഇതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അതിലൊരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ വിഡ്ത്താണ് dx എന്ന് പറയുന്നത്. സെൻട്രൽ നിന്ന് x ഡിസ്റ്റൻസ് അകലെയാണ്. ഇതാണ് ഇതിന്റെ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. നമ്മൾ ഇനി ഈ സ്ട്രിപ്പിന്റെ മാസ്, ഈ കളേർഡ് സ്ട്രിപ്പിന്റെ മാസ് നമ്മൾ കാണുകയാണ്. മാസ് ഓഫ് ദി സ്ട്രിപ്പ് കാണാൻ മാസ് ബൈ ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ആണ്. അപ്പൊ ഇവിടെ മാസ് ഓഫ് ദി സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ m/πr². r എന്ന് പറഞ്ഞാൽ ആ ഡിസ്കിന്റെ റേഡിയസ് ആണ്. ഇൻറ്റു ഏരിയ ഓഫ് ദി സ്ട്രിപ്പ്. സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2πx dx ആണ്. 2πx dx എന്ന് പറയുന്നത് ഇതിന്റെ dx ആണ് ഇതിന്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ ഇതിന്റെ റേഡിയസ് x ആണ്. അപ്പൊ 2πx ആണ് അതിന്റെ എന്ത് വരുന്നത്, ചുറ്റളവ് വരുന്നത്, പെരിമീറ്റർ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്ത്ത് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് കിട്ടുന്നുണ്ട്. So mass of the strip is equal to m/πr² into 2πx dx. അപ്പം മാസ് ഓഫ് ദി ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ഫോർമുല അറിയാം, mr² എന്നാണ്. അതായത് മാസ് ഓഫ് ദി സ്ട്രിപ്പ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പൊ ഇവിടെ മാസ് ഓഫ് ദി സ്ട്രിപ്പ് നമുക്കറിയാം m/πr² into 2πx dx ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു പൈ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ എക്സ് ഇൻറ്റു x² x³ അപ്പൊ നമുക്ക് കിട്ടുന്നത് 2m/r² ഇൻറ്റു x³ dx ആണ് സ്ട്രിപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ടേമിനെ, അതായത് 2m/r² ഇൻറ്റു x³ dx എന്ന ഈ ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എവിടുന്ന് ഏതുവരെ, 0 മുതൽ r വരെ. ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, mr²/2. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. വാല്യൂ എത്രയാണ്, mr²/2. So I is equal to, we can write mr²/2. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ. അപ്പൊ നമ്മൾ റിങ്ങിൽ ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡയമീറ്ററിൽ രണ്ട് ആക്സിസുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നുണ്ട് അബൌട്ട് ഡയമീറ്റർ ആകുമ്പോൾ. അതുപോലെ തന്നെ സെന്ററിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് രണ്ടെണ്ണം ix ആണ്, ഇതൊന്ന് ix, അതുപോലെ തന്നെ ഇത് iy. അത് രണ്ടിന്റെ വാല്യൂ i ആണ്. അതുപോലെ തന്നെ ഇത് iz ആണ്. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്താണ്, ഏതാണത്, mr²/2 ആണ്. ഇവിടെ നമ്മൾ ഏത് ആക്സിസ് തിയറം ആണ് യൂസ് ചെയ്യുക, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. iz is equal to ix plus iy. iz ന്റെ വാല്യൂ mr²/2, ix ന്റെ iy ന്റെ വാല്യൂ i ആണ്. അപ്പൊ mr²/2 is equal to 2i. ഇതിൽ നിന്ന് i is equal to എന്ത് കിട്ടി, mr²/4. അപ്പൊ അബൌട്ട് ഡയമീറ്റർ ആണെങ്കിൽ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താ വരുന്നത്, mr²/4 ആണ്. പിന്നെ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടാൻജന്റ്. ഫിഗർ നമുക്ക് അറിയാം. ഫിഗറിൽ ടാൻജന്റ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അബൌട്ട് പാരലൽ ആക്സിസ് വരുന്നത് അബൌട്ട് ഡയമീറ്റർ ആണിത്. അപ്പൊ ഇവിടെ ഏത് ആക്സിസ് തിയർ ആണ് യൂസ് ചെയ്യുന്നത്, പാരലൽ ആക്സിസ് തിയർ ആണ്. ബൈ പാരലൽ ആക്സിസ് തിയർ i is equal to I0 plus mr². I0ന്റെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ ഡയമീറ്റർ കണ്ടതാണ്, mr²/4 ആണ്. അപ്പൊ I0ന് പകരം mr²/4 പ്ലസ് mr² കിട്ടി. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, 5/4 mr². അതാണ് ടാൻജന്റിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് കാണാനുള്ള ഫോർമുല, 5/4 mr². ഇനി ഇക്വലന്റ് ടേംസ് ആണ്. ട്രാൻസ്ലേഷണൽ മോഷനിലും അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനിലും ഇക്വലന്റ് ആയിട്ടുള്ള ടേമുകൾ. മാസിന് ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതുപോലെ തന്നെ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ടേം ആണ് ടോർക്ക്.
നമ്മൾ ഡിഫറെന്റ് ബോഡീസ് ആണ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാണ്. അപ്പോൾ ഫസ്റ്റ് ബോഡി നമ്മൾ നോക്കുക. ഫസ്റ്റ് ബോഡി ഏതാണ്? സർക്കുലർ റിംഗ് ആണ്. നമ്മൾ ഡിറൈവ് ചെയ്ത ഫസ്റ്റ് കേസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതേതാ വരുന്നത്? mr² ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഫോർമുല. അതുപോലെ തന്നെ അബൌട്ട് ഡയമീറ്റർ ആണ് റിംഗിന്റെ എങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഫോർമുലയാണ് ഇത് mr²/2. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തിൻ റോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ പെർപെൻഡിക്കുലർ ടു ദ റോഡ് അറ്റ് ദ മിഡ് പോയിന്റിൽ പെർപെൻഡിക്കുലർ ടു ദ റോഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോർമുല അതാണ് ml²/12. നമ്മൾ പഠിക്കണം ml²/12. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി റോഡാണ്. ഇനി സർക്കുലർ ഡിസ്ക് നമ്മൾ പഠിച്ചതാണ്, പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് അറ്റ് ദ സെന്റർ. അതിൽ വരുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഫോർമുല ഏതാണ്? mr²/2 ആണ്. അടുത്ത കേസിൽ സർക്കുലർ ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തതാണ് mr²/4. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഹോളോ സിലിണ്ടർ വിത്ത് റേഡിയസ് r ആക്സിസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആക്സിസിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് mr². റിങ്ങിന്റെ സെയിം ഇതാണ് വരുന്നത്. ഇനി സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ അബൌട്ട് ദ ആക്സിസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് mr²/2 ആണ്. ഈ സോളിഡ് സ്ഫിയർ, ഒരു സ്ഫിയർ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2mr²/5, 2/5 mr². ഇത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ഡെറിവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഓരോന്നിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം.